Hello, welcome to Census School of Life Sciences. Today we shall discuss about excretory system part 2. Part 1 നാം പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് എടുത്തത്. Classification of animals based on the nitrogenous waste they excrete, ammonitolic, uretilic, uricotilic animals, etc. There are different types of excretory organs in animals, the structure of nephron. In the urine formation, regulation of kidney function, concentration of urine, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് എടുക്കുന്നത്. എന്നാലും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ ഒന്നുകൂടി ഓടിച്ച് പറയാം. ബിക്കോസ് നെഫ്രോൺ ഇസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. Nephron, each kidney has nearly 1 million complex tubular structure called nephrons, which are functional units. Each nephron consists of renal corpuscle or Malpighian body and the renal tube. അത് ഞാൻ ഡയഗ്രാം കാണിച്ചെന്ന് പറയാം. ഒരു കിഡ്നിയിൽ എന്തെല്ലാം ഭാഗങ്ങളുണ്ടെന്നല്ല നമുക്കറിയാവുന്നതാണ്. ഏറ്റവും പുറമെയായിട്ട് എന്താ റീനൽ കോർട്ടെക്സ് കാണാം, ഉള്ളിലേക്ക് മെഡുല്ല കാണാം. ഇപ്പൊ ചില നെഫ്രോൺസ് കൂടുതലായിട്ട് അതിന്റെ നെഫ്രോണിന്റെ പാർട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചിലപ്പോൾ കോർട്ടെക്സിലായിരിക്കും, ചിലത് മെഡുല്ലിലായിരിക്കും. ഇതെല്ലാം പറയുമ്പോൾ ഒന്ന് ഓർക്കുക. ദെൻ ഒരു നെഫ്രോണിന്റെ പാർട്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞു ദ മാൽപീജിയൻ ബോഡി, ഇത്രയും ഭാഗമാണ് മാൽപീജിയൻ ബോഡി. ദെൻ അതിൽ നിന്ന് എന്താ റീനൽ ട്യൂബ്യൂൾ ഉണ്ട്, കൺവല്യൂട്ടഡ് ആയിട്ടുള്ള ഭാഗം. അപ്പൊ ഇവിടെ റീനൽ ട്യൂബ്യൂൾ എന്തെല്ലാം ഉണ്ട്? പ്രോക്സിമൽ പാർട്ടിലുള്ള പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആണ്. അടുത്തെന്താണ്? ഹെൻലീസ് ലൂപ്പ് ആണ്. അടുത്ത ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓപ്പണിംഗ് ടു ദ കളക്ടിംഗ് വെസൽ. എല്ലാം അറിയാന്നുള്ളതാണ്. ഇനി ഈ മാൽപീജിയൻ ബോഡിയെ കുറിച്ച് ഓർക്കുക. അതിലെന്തൊക്കെയുണ്ട്? ഒരു കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള ബോമാൻസ് ക്യാപ്സ്യൂളുണ്ട്. അതിനകത്തുണ്ട് എന്തുണ്ട്? ഗ്ലോമറുലസ്. ഗ്ലോമറുലസ് എങ്ങനെയാണ് ഉണ്ടായത്? അതായത് അഫറന്റ് ആർട്ടീരിയൂൾ അകത്ത് കയറിയിട്ട്, അഫറന്റ് ആർട്ടീരിയൽ എങ്ങനെയാ അതെല്ലാം ഓർക്കുക. അതായത് കിഡ്നിയിലോട്ട് കയറുന്നതാണ് റീനൽ ആർട്ടറി. റീനൽ ആർട്ടറി പല പ്രാവശ്യം ഡിവൈഡ് ചെയ്തിട്ട് എന്തുണ്ട്? അഫറന്റ് ആർട്ടീരിയോൾസ് ഉണ്ടാകും. അപ്പൊ അതിൽ ഒരു അഫറന്റ് ആർട്ടീരിയൂൾ ഇതാ ബോമാൻസ് ക്യാപ്സ്യൂളിനകത്തോട്ട് കയറിയിട്ട് പല നെറ്റ്വർക്ക് ക്യാപ്പിറ്റൽസ് ഉണ്ടാകുന്നുണ്ട്. അതാണ് ഗ്ലോമറുലസ്. അതിൽ മെർജ് ചെയ്യുന്ന പുറത്തേക്ക് വരുന്നതാണ് എഫറന്റ് ആർട്ടീരിയൂൾ. ഓക്കെ, ഈ എഫറന്റ് ആർട്ടീരിയൂളിന് ഇനി എന്ത് സംഭവിക്കും? പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഉണ്ടോ നെറ്റ്വർക്ക് ആയിട്ട് ആർട്ടീരിയൽ ഉണ്ടാകും. അത് കിഡ്നി ട്യൂബുകളുമായിട്ട് ചേർന്ന് കാണും. എന്റെ ഫംഗ്ഷനല്ല ഞാൻ പറയാം. അപ്പൊ അതാണ് പെരിട്യൂബുലാർ കാപ്പിലറി. എന്താണ് പെരിട്യൂബുലാർ കാപ്പിലറീസ്? ഈ പെരിട്യൂബുലാർ കാപ്പിലറീസ് ഇവിടെ യു ഷേപ്പ് ആയിട്ട് വരുന്നുണ്ട്. വാസറക്റ്റ, ഞാനത് പറയാം, ഇതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ ഈ നെഫ്രോൺ സാധാരണ 2 രീതിയിൽ കാണാറുണ്ട്. പല രീതിയിൽ നമുക്ക് ക്ലാസ് ചെയ്യാം. ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ പറയാം. The Malpighian corpuscle PCT, the proximal convoluted tubule and distal convoluted tubule of nephron are situated in the cortical region of the kidney, whereas the loop of Henle കൂടുതൽ ഇങ്ങോട്ട് dip into the medulla. ഞാൻ പറഞ്ഞല്ലോ മെഡുല്ല കോർട്ടെക്സ് എല്ലാം നോക്കിയിരിക്കുന്നത്. ഇതില് ഈ 2 നെഫ്രോൺ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കൂടുതലായിട്ട് നെഫ്രോൺസ് കൂടുതൽ കാണുന്ന കോർട്ടിക്കൽ നെഫ്രോൺസ് എന്ന് പറഞ്ഞാൽ കോർട്ടിക്കൽ നെഫ്രോണിന്റെ പ്രത്യേകത, ഇൻ മെജോറിറ്റി ഓഫ് നെഫ്രോൺ ദ ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് ടു ഷോർട്ട് ആൻഡ് എക്സ്റ്റെൻഡ്സ് ഓൺലി വെരി ലിറ്റിൽ ഇൻ ടു ദ മെഡുല്ല. സച്ച് നെഫ്രോൺസ് ആണ് കാൾഡ് കോർട്ടിക്കൽ നെഫ്രോൺ. അടുത്ത് രണ്ടാമത്തെ ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഞാൻ കാര്യം പറയാം. ഇപ്പൊ ജക്സ്റ്റാ മെഡുലറി നെഫ്രോണിന്റെ പ്രത്യേകത എന്താണ്? ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് വെരി ലോങ് ആൻഡ് റൺസ് ഡീപ്പ് ഇൻ ടു ദ മെഡുല്ല. അപ്പൊ നമുക്കറിയാം ഡെസർട്ട് അനിമൽസിൽ പല എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഡെസർട്ട് അനിമൽസിലെ ക്യാമലില് എത്തരം നെഫ്രോൺസ് ആണ് കൂടുതൽ കാണുന്നത്? അതില് എന്താണ്? ഇത് ജസ്റ്റാ മെഡുലറി നെഫ്രോൺ കൂടുതലായിട്ട് കാണാം. കാരണം അതിലെന്താ? ഹെൻലീസ് ലൂപ്പ് വലുതാണ്. ഹെൻലീസ് ലൂപ്പ് കൂടുതലായ അതിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം, റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ എല്ലാം സഹായിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലായി. ഇനി വാസാറെക്റ്റ എന്താണെന്ന് മനസ്സിലാക്കുക. വാസാറെക്റ്റ ഞാൻ അവിടെ ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ട് ഇതിലേക്ക് വരാം. ഇവിടെ ഇതാണല്ലോ പെരിട്യൂബുലാർ കാപ്പിലറി. എന്താണ്? നമ്മുടെ കിഡ്നി ട്യൂബിന്റെ ചുറ്റും ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. പെരിട്യൂബുലാർ കാപ്പിലറി എങ്ങനെയാ വന്നത്? എഫറന്റ് ആർട്ടീരിയൂൾ പല പ്രാവശ്യം ഡിവൈഡ് ചെയ്ത് കണ്ടോ? വേണ്ട, അതില് കുറെ പെരിട്യൂബുലാർ കാപ്പിലറി കണ്ടോ? ഇവിടെ ഈ ഹെൻലീസ് ലൂപ്പിന് പാരലായിട്ട്, ഹെൻലീസ് ലൂപ്പ് യു ഷേപ്പ് ആണ്. അപ്പൊ അതുപോലെ ഇതും ഇങ്ങനെ യു ഷേപ്പ് പോലെ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ? ഇതാണ് വാസാറെക്റ്റ. ഈ വാസാറെക്റ്റയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഞാനത് പറയാം. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി യു ഷേപ്ഡ് ആയിട്ടുള്ള എന്താ ഹെൻലീസ് ലൂപ്പ് കാണിച്ചിരിക്കുകയാണ്. അതിന് പാരലായിട്ട് വാസാറെക്റ്റ കണ്ടോ? വാസാറെക്റ്റ. അപ്പോ
എന്താണ് efferent arteriole emerging from the glomerulus forms a fine capillary network around the renal tubule called peritubular capillary. A minute vessel of this network run parallel to the Henle's loop from U-shaped vasa recta. Vasa recta is absent or highly reduced in cortical nephron. നമുക്കറിയാം കൂടുതലായിട്ട് ഏതാ ജക്സ്റ്റാമൊഡുലറി നെഫ്രോണിലാണത് കൂടുതൽ കാണുന്നത്. കാര്യം ഹെൻലീസ് ലൂപ്പ് അതിലല്ലേ ഡെവലപ്ഡ്. എല്ലാം ഓർത്തിരിക്കാം, മുൻപ് ക്വസ്റ്റ്യനിൽ അത് ചോദിക്കും. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം കൂടെ, ഈ വാസറക്ട അതിന്റെ ഫംഗ്ഷൻ അവിടെ പറയുമ്പോൾ ഞാൻ പറയാം കൂടുതലായിട്ട്. എന്നാലും ഒരു കാര്യം ഓർത്തിരിക്കുക, ഇതാണല്ലോ യു ഷേപ്ഡ് ആയിട്ടുള്ള ഏതാണ് ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബ് ഇതാണ്, അസെൻഡിങ് ലിംബ് ഇതാണ്. അപ്പൊ ഡിസെൻഡിങ് ലിംബില് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇങ്ങനെ താഴോട്ട് വരും, അസെൻഡിങ് ലിംബിൽ മുകളിലോട്ട് വരും. വാസറക്ടയിൽ നോക്കി അതിൽ ബ്ലഡ് അല്ലേ പോകുന്നത്. അതിൽ ബ്ലഡ് ഇവിടെ ഇവിടെ അങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോൾ ബ്ലഡ് ഇവിടെ നിന്ന് താഴോട്ട് വരുന്നു. ഇവിടെ അതുപോലെ വാസറക്ടയിൽ ബ്ലഡ് മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ ഡിസെൻഡിങ് ലിംബോ ഹെൻലി ലൂപ്പിൽ താഴോട്ട് വരുന്നു. അപ്പൊ ഇതിനെയാണ് കൗണ്ടർ കറന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. കൗണ്ടർ കറന്റ് സിസ്റ്റം ഞാൻ ഇപ്പൊ പറയും, അന്നേരം മനസ്സിലാവും. ഇനി മറ്റൊരു കാര്യം, ജസ്റ്റാഗ്ലോമറുലാർ അപ്പാറ്റസ് എന്താണ്? ജസ്റ്റാഗ്ലോമറുലാർ അപ്പാറ്റസ്, അതായത് ഇവിടെ നോക്കിയേ, ഇത് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ അതിന്റെ സെക്ഷൻ പിന്നെ കാണിക്കാം. ജസ്റ്റാഗ്ലോമറുലാർ അപ്പാറ്റസ് എന്താണ്? ഇവിടെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഈ ഭാഗമാണല്ലോ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് പോർഷൻ ഓഫ് റീനൽ ട്യൂബ്യൂൾ. ഇവിടെ ഇത് ദാറ്റ് ഫോം ക്ലോസ് അസോസിയേഷൻ വിത്ത് ഏതുമായിട്ട്? അഫറന്റ് ആൻഡ് ഡെഫറന്റ് ആർട്ടീരിയോൾ ഓഫ് ബോമാൻസ് കാപ്സ്യൂൾ. ഇതാ. അപ്പോ ജസ്റ്റാഗ്ലോമറുലാർ അപ്പാറ്റസ് എന്ന് പറയുന്ന അപ്പാറ്റസിൽ എന്തൊക്കെയുണ്ട്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിന്റെ ഒരു ഭാഗം, പിന്നെ എന്തുകൊണ്ട്? അഫറന്റ് ആൻഡ് ഡെഫറന്റ് ആർട്ടീരിയോൾ ഓഫ് ബോമാൻസ് കാപ്സ്യൂൾ, അത് രണ്ടുമാണ് അടുത്തത്. അപ്പൊ ഇവിടെ ചില ഒരു ഗ്ലാനുലാർ ഒരു സെക്രട്ടറി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, അത് ഞാൻ പറയാം. ഇത് അറ്റ് ദിസ് ജംഗ്ഷൻ, അത് ഈ ഭാഗത്തായിട്ട് at this junction, it's a small endocrine gland called a juxtaglomerular apparatus that modulates renal blood flow. അപ്പൊ ഇവിടെ എങ്ങനെയാണ് മോഡുലേഷൻ നടക്കുന്നത് ഞാൻ പറയാം. ഇതിൽ 3 തരം സെൽസ് ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. അത്രയും, അതാണ് മാക്കുല ഡെൻസ. ഞാൻ ഇവിടെ ഡയഗ്രാം കാണിച്ചു തരാം. മാക്കുല ഡെൻസ, then juxtaglomerular cells or granular cells, then mesangial cell, very important. അതെന്താണ്? The distal convoluted portion of the renal tubule forms a close association with the afferent and efferent artery. ഞാൻ അവിടെ പറഞ്ഞത് 3 സെൽ എന്താണെന്നൊക്കെ പറയാം. The macula densa, the specialized cells of the distal portion of the medulla. അതായത് ഡിസ്റ്റൽ പോർഷൻ ഞാൻ ഇവിടെ സ്ട്രക്ചറിൽ ഇങ്ങനെ നമുക്ക് സെക്ഷനിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെയാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, അവിടെ എന്താ? മാക്കുല ഡെൻസ. അപ്പൊ മാക്കുല ഡെൻസ എവിടെയാണ് കാണുന്നത്? തെറ്റിപ്പോകരുത്. അപ്പോ എന്താ? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ്. അപ്പൊ ജസ്റ്റാഗ്ലോമറുലാർ അപ്പാറ്റസില് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിന്റെ പാർട്ടും ഉണ്ട്, അഫറന്റ് ഡെഫറന്റ് ആർട്ടീരിയോൾ ഓഫ് ബോമാൻസ് കാപ്സ്യൂൾ ഉണ്ട്. അതിൽ മാക്കുല ഡെൻസ കാണുന്ന ഏതിലാണ്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് പോർഷനിലാണ്. അപ്പൊ ഇത് കീമോ റിസപ്റ്റേഴ്സ് ആണ്. അതിലൂടെ പോകുന്ന പിന്നെ അതിന്റെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഗ്ലോമർ ഫിൽട്രേഷൻ റേറ്റ് കുറയണോ കൂട്ടണോ എന്നുള്ളതെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ശരിക്കും അവിടെ ഇതാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ പ്രഷർ ശരിക്കും ഗ്ലോമർലെസിലൂടെ പോകുന്ന ബ്ലഡ് പ്രഷർ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ ഇതിനെ സാധിക്കും. ഡിറ്റക്ട് ചെയ്താൽ മറ്റ് സെല്ലുകൾ എന്ത് ചെയ്യും? അവിടെ റെനിൻ പ്രൊഡ്യൂസ് ചെയ്യും. റെനിൻ ഏതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം. അപ്പോൾ ഒന്നും കൂടെ, ജസ്റ്റാഗ്ലോമറുലാർ അപ്പാറ്റസിൽ 3 ജാതി സെൽസ് ഉണ്ട്. ആ സെൽസിൽ ഒന്ന് മാക്കുല ഡെൻസ, എന്താണ് പറയുക? മറ്റൊന്ന് ജസ്റ്റാഗ്ലോമറുലാർ സെൽസ് അല്ലെങ്കിൽ ഗ്രാനുലാർ സെൽസ്. ജസ്റ്റാഗ്ലോമറുലാർ സെൽസ് അഥവാ ഗ്രാനുലാർ സെൽസ് അല്ലോ അഫറന്റ് ആർട്ടീരിയോളിന്റെ വാളിലായിട്ടാണ് കാണുന്നത്. അപ്പോ the wall of the afferent arteriole at this point contains secretory cells called, അതിനെ 2 പേരിൽ അറിയപ്പെടുന്നത്, ജസ്റ്റാഗ്ലോമറുലാർ സെൽസ് എന്നും ഗ്രാനുലാർ സെൽസ് എന്നും. അതാണ് എന്ത് ചെയ്യുന്നത്? റെനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാറിപ്പോകരുത്. ഇനി മറ്റൊരു സെല്ല് കൂടെ ഉണ്ട്, മെസാഞ്ചിയൽ സെൽ. കണ്ടോ? മെസാഞ്ചിയൽ സെൽസ് ഈ ഇതിന്റെ അഫറന്റ് ആൻഡ് എഫറന്റ് ആർട്ടറി ഇവിടെ വന്നിട്ട് ഇത് സെക്ഷനാണ് കാണിച്ചിരിക്കുക. ഇവിടെ ഇതിങ്ങനെ കാണും, ഒരു ക്യാപിലറി ആയിട്ട് കാണും. അതിന്റെ ക്ലെഫ്റ്റിലാണ്. അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഞാനൊരു വേറൊരു ഡയഗ്രാം കാണിച്ചിരുന്നു.
ഇതാ അഫറന്റ് ആർട്ടീരിയോൾ, എഫറന്റ് ആർട്ടീരിയോൾ. അപ്പൊ ഇതിന്റെ ഇത് അഫറന്റ് ആർട്ടീരിയോൾ അകത്ത് കയറി ക്യാപിറ്റൽ റേസ് ചെയ്യുന്നു, ഇവിടെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നു. രണ്ടിനിടയ്ക്കുള്ള ക്ലെഫ്റ്റിൽ കണ്ടോ മെസാഞ്ചിയൽ സെൽസ്, മറക്കരുത്. അപ്പോ മെസാഞ്ചിയൽ സെൽസ് എവിടെ കാണാം? അപ്പം മെസാഞ്ചിയൽ സെൽസ്, these are cells seen in the cleft between the afferent and efferent arterioles and among the capillaries of glomerulus. അപ്പോൾ ജസ്റ്റാഗ്ലോമറുലർ സെൽസ് എവിടെയാണ് കാണുന്നത്? വാൾ ഓഫ് അഫറന്റ് ആർട്ടീരിയോൾ. മാക്കുല ഡെൻസ എവിടെ കാണുന്നത്? അത് കീമോറിസെപ്റ്റർ ആയിട്ടുള്ള സെല്ലാണ്. കൺസോ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഓഫ് ദ ഡിസ്റ്റൽ ട്യൂബ്യൂൾ ഓഫ് ദ നെഫ്രോൺ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഇനി നമുക്ക് യൂറിൻ ഫോർമേഷനിലേക്ക് പോകാം. യൂറിൻ ഫോർമേഷനിൽ 3 സ്റ്റെപ്സ് ആണുള്ളത് പ്രധാനമായിട്ട്. എന്തെല്ലാം? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രേഷൻ. അതിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ആണ് ആദ്യം പറയുന്നത്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്താണ് നടക്കണമെങ്കിൽ അത് അൾട്രാ ഫിൽട്രേഷൻ എന്നാണ് പറയുക. അപ്പൊ അത് the blood should pass through the glomerulus under high pressure. തന്നെയല്ല, the barrier separating the glomerulus and the capsular space is very thin. അതെന്താണ് നമുക്ക് നോക്കാം. The first step in urine formation is the filtration of blood, which is carried out by the glomerulus and is called glomerular filtration. On an average, 1100 to 1200 ml of blood is filtered by the kidney per minute, which constitutes roughly 1/5 of the blood pumped out of each ventricle of the heart in a minute. The amount of the filtrate formed by the kidney per minute is called filtration rate. That's glomerular filtration rate. That's 125 ml per minute. Per day, 180 liters per day. 180 ലിറ്റർ അത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടായാൽ അത്രയും യൂറിൻ ആരും ഒഴിക്കുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ റീഅബ്സോർപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. പുറത്തെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എത്രയാണ്? ഇനി അടുത്ത ഓർക്കേണ്ട കാര്യം, glomerular filtration depends on 2 main factors. ഞാൻ പറഞ്ഞു, the membrane separating the glomerulus and the capsular space is very thin. ആ thin nature ഒന്ന് നോക്കിയേ. ഇതാണ് ബോമൈൻസ് ക്യാപ്സ്യൂൾ. ഇത് എന്താണ്? അഫറന്റ് എഫറന്റ് ആർട്ടീരിയോൾ. ഇത് അഫറന്റ് ആർട്ടീരിയോൾ അകത്ത് കയറി പല പ്രാവശ്യം ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എഫറന്റ് ആർട്ടീരിയോൾ ഇത് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. കണ്ടോ? ഇത്രയും ഈ സ്ട്രക്ചർ ഒന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി. മെംബ്രെയിൻ സെപ്പറേറ്റിംഗ് ദ ഗ്ലോമറുലസ് ആൻഡ് ദ കാപ്സുലാർ സ്പേസ്. കാപ്സുലാർ സ്പേസ് ഇതാണ്, അതായത് ബോമാൻസ് ക്യാപ്സുലിനകത്തുള്ള സ്പേസ് വെരി തിൻ. ആ തിൻ നേച്ചർ എന്ന് പറഞ്ഞാൽ 3 ലേയേഴ്സ് ദാറ്റ് മേക്ക് അപ്പ് ദ ഫിൽട്രേഷൻ മെംബ്രെയിൻ. ഇവിടെ ഫിൽട്രേഷൻ അരിപ്പ് ഇവിടെയാണല്ലോ നടക്കേണ്ടത്. അപ്പൊ അരിപ്പ് നടക്കുന്ന ആ ഭാഗം വളരെ തിന്നായിരിക്കട്ടെ. ആ തിൻ നേച്ചർ ഇങ്ങനെയാണ്. അത് ഗ്ലോമറുലസിന്റെ വാൾ, ഗ്ലോമറുലസ് ഇവിടെ ബ്ലഡ് കാപ്പിലറീസ് ആണെന്ന് മനസ്സിലാക്കുക. ബ്ലഡ് വെസലിന്റെ വാൾ ഉണ്ടാക്കുന്ന എൻഡോത്തീലിയം നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അത് എപ്പിത്തീലിയം അല്ലേ? ബ്ലഡ് കാപ്പിലറീസിന്റെ വാൾ ഉണ്ടാക്കിയിരിക്കുന്ന എപ്പിത്തീലിയത്തെ പറ്റിയ പേരെന്താ? എൻഡോത്തീലിയം. അതുപോലെ ബോമാൻസ് ക്യാപ്സ്യൂൾ ഇതാണല്ലോ അതിന്റെ വാൾ, അതിന്റെ ഇന്നർ വാൾ ഇതാണ്. ആ ഇന്നർ വാൾ അത് ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നതും എന്തുകൊണ്ടാണ്? എപ്പിത്തീലിയമാണ്. അപ്പൊ എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറയാം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പോഡോസൈറ്റ്സ് എന്ന് പറയുന്ന പ്രത്യേക ചില സെല്ലുകളുണ്ട്. അപ്പൊ പോഡോസൈറ്റ്സ് എവിടെയാണ് കാണുന്നത്? ബോമാൻസ് ക്യാപ്സ്യൂളിന്റെ ഈ ഇന്നർ വാളിൽ. അതിനൊരു പ്രത്യേക രീതിയിലുള്ള അറേഞ്ച്മെന്റ്. They are arranged in an intricate manner so as to leave certain pores like this. അപ്പൊ അതുകൊണ്ട് അരിപ്പ് നടക്കും. അപ്പൊ ഒന്നും കൂടെ മനസ്സിലാക്കുക. ഇവിടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ഇതാ നടക്കുകയാണ്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടക്കണമെങ്കിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. The membrane separating the glomerulus and the capsular space should be very thin. ആ തിൻ നേച്ചർ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. എന്താണ് ഇവിടെ? എൻഡോത്തീലിയം ഓഫ് ദിസ് ബ്ലഡ് കാപ്പിലറി അത് എപ്പിത്തീലിയമാണ്. എപ്പിത്തീലിയം വളരെ തിന്നാണെന്ന് നമുക്കറിയാം. അതുപോലെ ഇവിടെ കാപ്സുലാർ സ്പേസ് അതിനെ ലൈൻ ചെയ്ത് കാണുന്നത്, ബോമാൻസ് ക്യാപ്സ്യൂൾ അതിനെ ലൈൻ ചെയ്ത് കാണുന്നതും എപ്പിത്തീലിയമാണ്. എപ്പിത്തീലിയത്തിന്റെ പ്രത്യേകത നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? രണ്ടിനും ബേസ്മെന്റ് മെംബ്രെയിൻ ഉണ്ട്. പഠിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും, ബേസ്മെന്റ് മെംബ്രെയിൻ. അപ്പൊ ഇവിടെ എന്തെല്ലാം കാണും? ഇവിടെ എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽ, then epithelium of Bowman's capsule. രണ്ടിന്റെയും ഇടയ്ക്ക് എന്താണ്? ബേസ്മെന്റ് മെംബ്രെയിൻസ്, വെരി തിൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞു. എന്താണ്? പോഡോസൈറ്റ്സ്. പോഡോസൈറ്റ്സ് എവിടെയാണ് കാണുന്നത്? എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ, പോഡോസൈറ്റ്സ്. അതിന്റെ പ്രത്യേകത എന്താ?
They are arranged in an intricate manner. എന്താണ് സങ്കീർണമായ ഒരു നെറ്റ്വർക്ക് ആയിരിക്കുന്നു. So as to leave certain pores, ചില പോറും കൂടെ അവിടെ ലീവ് ചെയ്യും. അതിനെ പറയുന്നത് ഫിൽട്രേഷൻ സ്ലിറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ മെസാഞ്ചിയൽ സെൽസ്, there are certain cells called mesangial cells in the renal corpus cells which can influence the glomerular filtration by its contraction. ഇതാണ് മെസാഞ്ചിയൽ സെൽസ്. ഉണ്ടോ? മെസാഞ്ചിയൽ സെൽസ് ഞാൻ അവിടെയും പറഞ്ഞായിരുന്നു. ഓക്കെ, മറ്റൊരിടത്തും പറഞ്ഞായിരുന്നു. അപ്പൊ ഇനി മറ്റൊരു രണ്ടാമത്തെ കാര്യം എന്താണ്? ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ ഗ്ലോമറുലസ് അണ്ടർ ഹൈ പ്രഷർ. അതെ, ഹൈ പ്രഷറിൽ അല്ല എങ്കിൽ ആര് തിരിച്ചറിയും? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഡിറ്റക്ട് ചെയ്യുന്നത് ആരാണെന്നുള്ളത്. ഇതെന്താ, അതിന്റെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ റെനിൻ പ്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ എന്റെ റെഗുലേഷനിൽ പറയാം, വീണ്ടും പിന്നീട് പറയാം. ദെൻ ഇനി ഇഫക്റ്റീവ് ഫിൽട്രേഷൻ പ്രഷർ എന്താണ്? ഇഫക്റ്റീവ് ഫിൽട്രേഷൻ പ്രഷർ ഞാൻ ഇവിടെ ആൾറെഡി പറഞ്ഞു. ഫിൽട്രേഷൻ നടക്കണമെങ്കിൽ ബ്ലഡ് ഷുഡ് പാസ് ത്രൂ ദ ഗ്ലോമറുലസ് അണ്ടർ ഹൈ പ്രഷർ. ഇവിടെ ഇഫക്റ്റീവ് ഫിൽട്രേഷൻ പ്രഷർ എന്താണ്? ഇതെല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നോക്കിയേ, ഇവിടെ ഇതാ അഫറന്റ് ആർട്ടീരിയോൾ ഗോമാൻസ് ക്യാപ്സിനകത്തേക്ക് കയറുന്നുണ്ട്. ഇവിടെ അവിടെ എഫറന്റ് ആർട്ടീരിയോൾ പുറത്തു പോകുന്നുണ്ട്. ഇവിടെ വ്യക്തമായിട്ട് ഫിൽട്രേഷൻ പ്രഷർ കാണിക്കാൻ വേണ്ടി ഇവിടെ ഗ്ലോമറുലസിന്റെ ഹൈ ബ്രാഞ്ചസ് ഒന്നും കാണിച്ചിരിക്കുന്നില്ല. അവിടെ ആ ഗ്ലോമറുലസിന്റെ അതിൽ ഒരു ക്യാപ്പിൽ മാത്രം വലുതായിട്ട് കാണിച്ചിരിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, എന്താണ് ഇഫക്റ്റീവ് ഫിൽട്രേഷൻ പ്രഷർ എന്ന് നോക്കുന്നത്? See, the pressure of blood in the glomerular capillaries average 55 millimeters of mercury. വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ ഇതാ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ബ്ലഡ് പ്രഷർ ഉണ്ടാകുമല്ലോ, തീർച്ചയായിട്ടും. അത് തന്നെയാണ് പിന്നെ എന്താ ദ പ്രഷർ ഓഫ് ബ്ലഡ് ഇൻ ദ ഗ്ലോമറുലർ കാപ്പിലറി. അത് എത്രയാണ്? 55 millimeters of mercury. അപ്പൊ ഇപ്പൊ ആ പ്രഷർ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഗ്ലോമറുലർ ഫിൽട്രേറ്റ് വരാം. ഓക്കെ, ഇനി അതിനെ ഒപ്പോസ് ചെയ്യുന്ന രണ്ട് പ്രഷറുണ്ട്, കണ്ടോ? എന്തെല്ലാം? ക്യാപ്സുലാർ പ്രഷറും മറ്റൊരെണ്ണം എന്താ പ്ലാസ്മ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ എന്ന്. അതെന്താണെന്ന് നോക്കാം. Fluid in Bowman's capsule exerts a hydrostatic pressure of 15 millimeters mercury. അതാണ് ഇതാണ്. ഇവിടെ ബോമാൻസ് ക്യാപ്സൂലിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടല്ലോ. അപ്പൊ ദാറ്റ് വിൽ എക്സേർട്ട് an opposing pressure. ഏതിനെ ഒപ്പോസ് ചെയ്യാൻ? ഗ്ലോമറുലർ കാപ്പിലറി പ്രഷർ ഉണ്ട് 55, അതിനെ ഒപ്പോസ് ചെയ്യാൻ 15 ഇവിടെ കിട്ടി. ഇനി മറ്റൊരെണ്ണം 30 millimeters mercury. അതെന്താണ് വ്യക്തമായിട്ട് മനസ്സിലായി. A second opposing force results from the presence of protein in the glomerular capillary plasma. ഗ്ലോമറുലാർ കാപ്പിലറി പ്ലാസ്മ, അതിൽ ചില പ്രോട്ടീൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിരിക്കും അതൊരു സൊല്യൂട്ടാണ്. സൊല്യൂട്ട് എവിടെയുണ്ടോ അവിടേക്ക് ഫ്ലൂയിഡ് പോകാം, അല്ലെ? അതാണല്ലോ ഓസ്മോസ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് എന്താ പ്ലാസ്മ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ പ്ലാസ്മ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ എങ്ങോട്ടാ പോകുന്നത്? എവിടെന്നാ? ഇവിടെ ക്യാപ്സുലാർ സ്പേസിൽ നിന്ന് അങ്ങോട്ട്. അപ്പൊ ക്യാപ്സുലാർ പ്രഷറും പ്ലാസ്മ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷറും കൂടെ ചേർന്ന് 15, 30, 45, 55 മൈനസ് 45 എത്രയാ? 10. അതാണ് എന്താ ഇഫക്റ്റീവ് ഫിൽട്രേഷൻ പ്രഷർ. ഇഫക്റ്റീവ് ഫിൽട്രേഷൻ. ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കുക, ചില ടെക്സ്റ്റുകളിലൊക്കെ ഈ ഇവിടെ 55 എന്നുള്ളത് ചിലപ്പോൾ 45, ഇവിടെ 15 എന്നുള്ളത് ചിലപ്പോൾ 10, ചിലപ്പോൾ 30 എന്നുള്ളത് ഇവിടെ ചിലപ്പോ 25 തരാം. അത് സപ്പോസ് ഇവിടെ 25ഉം ഇവിടെ 15 പകരം 10ഉം പിന്നെ വന്നു, ഇവിടെ 45 വന്നാൽ അവിടെയും നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ 10 കിട്ടും. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറിയ വേരിയേഷൻ ഒക്കെ വന്നാലും ഇഫക്റ്റീവ് ഫിൽട്രേഷൻ പ്രഷർ 10നും ഒരു 20നും ഇടയ്ക്കായിരിക്കും. മറക്കരുത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, പല എക്സാമിനും ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇവിടെ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്തെല്ലാം? അൾട്രാ ഫിൽട്രേഷൻ, ട്യൂബുലാർ സെക്രീഷൻ, ദെൻ ട്യൂബുലാർ റീഅബ്സോർഷൻ. ട്യൂബുലാർ റീഅബ്സോർഷൻ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു ഗ്ലോമറുലർ ഫിൽട്രേഷൻ പ്രഷർ എത്രയാണെന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം 180 liters ഓഫ് പെർ ഡേ ഉണ്ടാകുകയാണ്. പക്ഷെ അതെന്തായാലും റീഅബ്സോർവ് ചെയ്യുന്നുള്ളത് നമുക്ക് അറിയാം. Nearly all of the essential nutrients and 70 to 80% of the electrolytes and water are reabsorbed by proximal convoluted tubule. PCT also helps to maintain the pH and ionic balance of the body fluids by selective secretion of hydrogen ions, ammonia and potassium ions into the filtrate and by the absorption of bicarbonate from it. ഇതെല്ലാം നമ്മൾ അതിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഡിസെൻഡിങ് ലിംബോ ഹെൻലി ലൂപ്പ്.
is permeable to water but almost impermeable to electrolyte. This concentrates the filtrate as it moves down. That is, the filtrate become hypertonic. ഇവിടെ അത് കാണിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ you see, ഇതാണ് ഡിസെൻഡിങ് ലിംബോക്കിൻ ലിപ് ലൂപ്പ്. ഇവിടെ വാട്ടർ പുറത്തു വരുന്നത്. എങ്ങനെയാണോ വാട്ടർ പുറത്തു വരുന്നത് മനസ്സിലാക്കണം. ഇവിടെ ഇതുവഴി എന്തോരും ഇതിപ്പോ അസെൻഡിങ് ലിംബോക്കിൻ ലിപ്. ഇപ്പൊ ഇവിടെ എന്തോരും ഡിസെൻഡിങ് ലിംബോ വാസാറെക്ട വരും. വാസാറെക്ട ഇവിടെ വരുമ്പം ഇവിടെ നിന്ന് പുറത്തു വരുന്ന സോഡിയം ക്ലോറൈഡ് അത് പിടിക്കും. എന്നിട്ട് ഇൻഡസ്ട്രിയൽ സ്പേസിലേക്ക് ഇവിടെ വരുമ്പോൾ അത് വിട്ടുകൊടുക്കും. അപ്പൊ ഇവിടെ എന്താ സോഡിയം ക്ലോറൈഡ് എല്ലാം കൂടും. അപ്പൊ അകത്തുനിന്ന് വെള്ളം പുറത്തേക്ക് വരും. മനസ്സിലാകാത്തവര് ഒന്നുകൂടെ മനസ്സിലാക്കുക. ഞാൻ ഡയഗ്രാം കാണിച്ചൊന്നുകൂടെ പറയാം. ഈ ഡയഗ്രാം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇവിടെ ഇവിടെ എപ്പോഴാണോ ഇവിടെ നിന്ന് അസെൻഡിങ് ലിംബോ ഹെലി ലൂപ്പിൽ നിന്ന് എന്താ സോഡിയം ക്ലോറൈഡ് പുറത്തു വരുന്നു. അത് ആര് സ്വീകരിക്കും? ഡിസെൻഡിങ് ലിംബോ വാസാറെക്ട. അപ്പോ ഇവിടെ നിന്ന് ഇതുവഴി നിന്ന് വരുന്ന ബ്ലഡില് വാസാറെക്ടയിലുള്ള ബ്ലഡ് എന്നുണ്ട് സോഡിയം ക്ലോറൈഡ് ഉണ്ട്. ഇവിടെ വരുമ്പോ എന്ന് പറഞ്ഞാൽ ഇവിടെ അസെൻഡിങ് ലിംബോ ഹെൻലി ലൂപ്പ് അസെൻഡിങ് ലിംബോ വാസാറെക്ടയിൽ നിന്നും ഇത് പുറത്തു വരും. ഇവിടെ ഇൻഡസ്ട്രിയൽ ഈ സ്പേസിൽ വരും. അപ്പൊ സോഡിയം ക്ലോറൈഡ് എല്ലാം ഇവിടെ വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോ ഇവിടെ ഡിസെൻഡിങ് ലിംബോ ഹെൻലി ലൂപ്പ് വഴി എന്തുവരും? ഈ ശരിക്കും യൂറിൻ, അതായത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വരികയാണ്. അപ്പൊ അതിലുള്ള വാട്ടർ പുറത്തേക്ക് വരും. കാര്യം എന്തുകൊണ്ടാ? ഇവിടെ ഇൻഡസ്ട്രിയൽ സ്പേസിലെല്ലാം എന്തുണ്ട്? സോഡിയം ക്ലോറൈഡ് ഉണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസെൻഡിങ് ലിംബോ ഹെൻലി ലൂപ്പിലെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, അതായത് യൂറിൻ, ഹൈപ്പർടോണിക് ആയിരിക്കും, ഹൈപ്പോട്ടോണിക് ആകും. ഇതിൽ നിന്ന് വെള്ളം പുറത്തു വന്നു. സോ യൂറിൻ ഇൻ ദ ഡിസെൻഡിങ് ലിംബോ ഹെൻലി ലൂപ്പ് ഈസ് ഹൈപ്പർടോണിക് ആണ്, മറക്കരുത്. അപ്പൊ ഡിസെൻഡിങ് ലിംബോ ഹെൻലി ലൂപ്പിൽ നിന്നും എന്തുകൊണ്ടാണ് വാട്ടർ പുറത്തു വരുന്നത്? അത് കൗണ്ടർ കറന്റ് സിസ്റ്റം പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം അത്. അപ്പൊ ഇത് പ്ലേസ് ഇറ്റ് ഇൻ ദ മൈൻഡ്, വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇനി നമുക്ക് ട്യൂബുലാർ സെക്രീഷനിലെ ചില കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാം. ട്യൂബുലാർ സെക്രീഷനിൽ എന്താണ്? It involves the removal of toxic substance from the blood capillaries and tissues and their active secretion to the nephron. വീണ്ടും നെഫ്രോണിലേക്ക് ചില വേസ്റ്റ് വീണ്ടും നിക്ഷേപിക്കും. നെഫ്രോണിലൂടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് പോകുമ്പോൾ അതിലേക്ക് വീണ്ടും അഡീഷണൽ വേസ്റ്റ് നിക്ഷേപിക്കുന്നതാണ് ട്യൂബുലാർ സെക്രീഷൻ. ഓക്കെ, ഇനി റെഗുലേഷൻ ഓഫ് കിഡ്നി കൂടെ നോക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. There are two regulatory mechanisms of kidney function. They are controlled by antidiuretic hormone and controlled by juxtaglomerular apparatus. You see, there are two regulatory mechanisms. One controlled by antidiuretic hormone. അതായത് controlled antidiuretic hormone എന്താണ്? An excess loss of fluid from the body can activate osmo receptors of hypothalamus to release ADH or vasopressin. ADH facilitates water reabsorption from the later parts of the നമുക്ക് ഇതെല്ലാം നമുക്ക് നന്നായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് ആപ്ലിക്കേഷൻ രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഏതെല്ലാം സാഹചര്യത്തിലാണ് ADH പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും അല്ലാത്തത് അതെല്ലാം വായിച്ചോണം. ഇൻക്രീസ് ഇൻ ദ ബോഡി ഫ്ലൂയിഡ് വോളിയം ക്യാൻ സ്വിച്ച് ഓഫ് ദ ഓസ്മോ റിസപ്റ്റേഴ്സ്. ഇതല്ല. അപ്പോൾ ഇതിനെല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഞാൻ തന്നത് പിന്നെ പറയും. ഇന്ന് സമയം കുറവായതുകൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല. ADHന്റെ ആപ്ലിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സമയത്താണ് ADH കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലാത്തതെന്നല്ല ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ പറയാം. ഡെഫിഷ്യൻസി ADH കോസസ് എന്താ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണല്ലോ. ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കൺട്രോൾ ബൈ ജസ്റ്റാഗ്ലോമറുലാർ അപ്പറ്റസ് എന്താണ്? ഇത് +2 ലെവലിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലില്ലാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയും. Juxtaglomerular apparatus and nephron in kidneys operates a multi-hormonal renin-angiotensin aldosterone system RAS. When the blood pressure or blood volume in the afferent arteriole is decreased,
ഡിക്രീസ് ചെയ്യുമ്പോൾ JGA സെക്രീറ്റ്സ് എൻസൈം കാൾഡ് റെനിൻ. റെനിൻ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞു. റെനിൻ എന്ത് ചെയ്യും? കൺവേർട്ട് ഇനാക്റ്റീവ് പ്ലാസ്മ പ്രോട്ടീൻ ആൻജിയോടെൻസിനോജൻ ടു ആക്റ്റീവ് ആൻജിയോടെൻസിൻ 1. ആൻജിയോടെൻസിൻ എന്നിട്ട് ACE ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലങ്സ് ആൻഡ് കിഡ്നി. That will convert angiotensin 1 to angiotensin 2. So conversion of angiotensin 1 to angiotensin 2 അത് +2 ലെവലിൽ പറഞ്ഞിട്ടില്ല. ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. എപ്പോഴാണോ അപ്പോൾ ബ്ലഡ് ഷുഡ് പാസ് ത്രൂ ദ ഗ്ലോമറസ് അണ്ടർ ഹൈ പ്രഷർ. അത് ഹൈ പ്രഷറിലല്ല, സഫിഷ്യന്റ് പ്രഷർ ഇല്ല. ഉടനെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? When the blood pressure or blood volume in the afferent artery is decreased, JGA will secrete renin. The renin converts inactive plasma protein angiotensinogen to active the angiotensin 1. Then angiotensin 1 and angiotensin 2 ആക്കുന്ന ACE. Okay. Then according to then angiotensin 2 increases blood pressure by causing arterioles to contract. അപ്പൊ എന്താ സംഭവം? പ്രഷർ കൂടിക്കൊണ്ടിരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ എന്താ? ANF അഥവാ ആട്രിയൽ natriuretic factor, atrial natriuretic factor, ANF, very important. അപ്പൊ ഇതതുപോലെ it inhibits release of renin. Angiotensin 2 is vasoconstrictor അല്ലെ, while ANF vasodilator ആണ്. കാര്യം ബ്ലഡ് പ്രഷർ പിന്നെ കുറയ്ക്കണം. അപ്പൊ ANF എല്ലാം പോയിന്റുകളാണ്, വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ ആൾഡോസ്റ്റെറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ അഡ്രീനൽ ഗ്ലാൻഡ് ടു പ്രൊഡ്യൂസ് ആൾഡോസ്റ്റെറോൺ. എല്ലാം വായിച്ചിരിക്കുക. അപ്പോൾ RAS സിസ്റ്റം വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരു കാര്യം കൂടെയാണ് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കുന്നത്. എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ. കോൺസെൻട്രേഷൻ, the process of maintenance of water and the salt balance in the body fluid is known as osmoregulation. അപ്പൊ ഇവിടെ വാസറക്ട പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ. നമ്മൾ നേരത്തെ പറഞ്ഞു കൗണ്ടർ കറന്റ് സിസ്റ്റം. ഇവിടെ നോക്കാം, ഞാൻ നേരത്തെ പറഞ്ഞാണ് the proximity between the Henle's loop and vasa recta as well as the counter current is there. Current in them help in maintaining increasing osmolality towards the inner medullary interstitium, that is 300 to 1200 milliosmol. ആ ഒരു ഏറ്റക്കുറച്ചിൽ ഇവിടെ ഉണ്ട്. ഞാൻ നോട്ട് വായിച്ചാൽ മതി, മനസ്സിലാക്കുക. ദിസ് ഗ്രേഡിയന്റ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ സോഡിയം ക്ലോറൈഡ് ആൻഡ് യൂറിയ. ഇതൊന്നും കൂടെ മനസ്സിലാക്കുക. ഇവിടെ സോഡിയം ക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഇതാ നേരെ ഇവിടെ അസെൻഡിങ് ലിംബോ ഹെൻലി ലൂപ്പിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഡിയം ക്ലോറൈഡ് ഇവിടുത്തെ വാസറക്ടയിലെ ബ്ലഡ് പിടിച്ചു, അത് ഇവിടെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഈ എൻവയോൺമെന്റിൽ സോഡിയം ക്ലോറൈഡ് ആയി. ഇനി കൂടാതെ ഇവിടെ നിന്ന് കുറച്ച് യൂറിയ കൂടെ, ലിറ്റിൽ യൂറിയ കൂടെ ഇവിടെ നിന്ന് വീണ്ടും റിലീസ് ചെയ്യും. യൂറിയ ഇത് വഴി പോവുകയാണല്ലോ. അതും കൂടെ ഇതും രണ്ടിന്റെയും ഗ്രേഡിയന്റ് ഇവിടെ കൂടും. അപ്പൊ അതുകൊണ്ടാണ് വാട്ടർ ഇവിടെ നിന്ന് റീഅബ്സോർവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും പിന്നെ യൂറിയ കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നല്ല വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കും. ഓക്കെ. അപ്പൊ ഇവിടെ ഡിസെൻഡിങ് ലിംബോ ഹെൻലി ലൂപ്പിൽ ഹൈപ്പർട്ടോണിക് ആണ് യൂറിനെങ്കിൽ, ഇവിടെ അസെൻഡിങ് ലിംബിലോട്ട് പോകുമ്പോൾ അത് ഹൈപ്പോട്ടോണിക് ആണ്. പക്ഷെ ഹൈപ്പോട്ടോണിക് യൂറിൻ അല്ലല്ലോ നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഇപ്പൊ അസെൻഡിങ് ലിംബോ ഹെൻലി ലൂപ്പിൽ ഹൈപ്പോട്ടോണിക് ആണ്, മറക്കരുത്. കാരണം അത് സോഡിയം ക്ലോറൈഡ് ആണ് പുറത്ത് പോകുന്നത്. അപ്പോ വാട്ടർ അല്ല, സോഡിയം ക്ലോറൈഡ് സൊല്യൂട്ട് വെളിയിൽ പോയാലും അത് എന്താണ്? ഹൈപ്പോട്ടോണിക് അല്ലേ? അത് ആ സെൻസിൽ വെരി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ യൂറിൻ ഹൈപ്പർട്ടോണിക് ആണല്ലോ പോകേണ്ടത്. അപ്പൊ അതെന്ത് ചെയ്യും? ഡിസ്റ്റൽ കൺവല്യൂട്ടീവ് ട്യൂബിലും ഹെൻലീസ് ലൂപ്പിലും എല്ലാം പോകുമ്പോൾ അവിടെ നിന്ന് വാട്ടർ പുറത്തേക്ക്. ഓക്കെ, അങ്ങനെ യൂറിൻ പുറത്തേക്ക് തന്നെ പോകും. അപ്പൊ കൗണ്ടർ കറന്റ് സിസ്റ്റം ഇവിടെ ഉള്ളത് കൊണ്ട് ദാറ്റ് പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ യൂറിൻ കോൺസെൻട്രേഷൻ. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ സമയക്കുറവാണ്, പെട്ടെന്ന് തീർക്കുകയാണ്. പിന്നെ നിങ്ങൾ ഓർക്കേണ്ടത് ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള MCQ ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ ഞാൻ പറയും മൂന്നാമത്തെ പാർട്ടിൽ. ഓക്കെ. So you please subscribe and share and like and comment the video. Okay, thank you.